ചെയ്തവർ പിണ്ടം മധുസഹിതോം കുതീ സൽഫലം പുണ്യാകനിർമ്മിതാനം കൊണ്ടുവച്ചിതു. യാതൊന്നരനന്ദൻ ഭുജിക്കുന്നതു മധു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതീ ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു ഉണ്യാഹവും ചെയ്തതാം. സ്നാനദാനന്തരം പ്രാപിച്ചതാശ്രമം അന്നോപവാസവും ചെയ്തിതെല്ലാവരും വന്ദിച്ചിടിനാനാദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു ഒന്നശ്രമേ വസിച്ചിടിനാൻ. ഭരത രാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നോ തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമപ്രഭോ രാമ മഹാഭാഗേ രാമവാക്യം ചെവിതന്നു കേൾക്കണം. മാമമാവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനീ വൈകാതെ ചെയ്ക വേണമഭിഷേകവും പാലനം ചെയ്ക രാജം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപതിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലാതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമദ്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം ദാവക ചേതസി ചിന്തിക്കരുതോ ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാധ്യായ ഭക്തി പൂണ്ടർത്ഥമരുൾ ചെയ്തു. ദണ്ഡനമസ്കാരവും ചെയ്തു നിന്നിതോ പണ്ഡിതനായ ഭരതകുമാരനും. ുക്താപ്യ രാഘവ നുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിനാൾ. മദ്വാക്യമത്രേ കേട്ടാലും കുമാരനീ യത്തയോക്തം മയാ തത്തദൈവശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാണണം വാഴ്കന്നു ചൊല്ലിനാൻ. പിത്രാനിനക്കുരാജം മാതൃസമ്മത ദത്തമായി പുനരന്നതു കാരണം. ചേതസാപാർക്കിൽ നമിക്കിരുവർക്കുമീ താതാനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതു ഭൂതലേ. ജീവാമൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലോരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജവും ഭോഗജാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചെന്നാൽ ഭരതനും കാമുകനായ താതൻ മൂടാമാനസൻ. ശ്രീജിതൻ ഭ്രാന്തനുത്തമൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചെന്നവാക്യം ഗാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നോ ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യാഭയം കൊണ്ടു ചെയ്കതീനേതുമേ ദോഷം പറയരുതേതോർക്ക നീ. സാധുജനങ്ങൾക്കോ നരകത്തിലൂമി ഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കി ഞാൻ വാഴ്വാൻ വന്നവനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജവും വാഴുക.
സോദര നൃത്തം പറഞ്ഞതു കേട്ടതീ സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജം ദിനക്കും എനിക്കും വിപിനവും പൂജനാം താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യായമായനുഷ്ഠിച്ചാൽ നമുക്കതോ സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാരണത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു സുരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ അനിത്യമവാത്മിനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ഉക്കോ ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജ്ഞയാം ചൊന്നാൽ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൾ. മൂഢനായിടല കേൾക്ക നീയെങ്കിലോ മൂഢമായോരു ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജാം. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നതും. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. ശ്രീരാമദേവ നിവർത്തനത്തിലുള്ളോരാഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീരാജധാനിക്ക് പോകമടിയാതെ. മന്ത്രികളോടും ജനനിജനത്തോടു മന്ദമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്ക വസിക്ക നീ. വന്നിടും അഗ്രജൻ താനു മനൂജനും ദേവിയുമീരേഴു സംസത്സരാവതോ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരോക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാരുഗുത്തമ സന്നിധോ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്രരാജയോദേ പാദബുദ്ധ്യാമത സേവിച്ചു കൊള്ളുവാൻ. യാവത്താവാഗമനം ദേവദേവമേ താവദേവാനരതം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൻതാലടികളിൽ ചേർത്ത മെതിയടി. ഭക്തനാമക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രത്നവിഭൂഷിത